സുബൈക്ക് ബാങ്ക് കേട്ട എന്നൊക്കെത്താണ് ഇപ്പൊ അതിൻ്റെ അകത്ത് കയറിയിരിക്കണം. ഇന്നലെ ബാക്കിയെന്ന് എല്ലാം കൂടി വലിച്ചവര് കയറ്റുമ്പോൾ ആലോചിക്കണോർത്ത് ഇവനെ കൊണ്ടല്ലോ ഇടങ്ങേറ്. ആരോടാ ഉക്കരിച്ച സുബൈക്ക്? അപ്പൊ നീയല്ലേ ഇതിന്റെ അകത്ത്? ഞാനെങ്ങനെ അതിന്റെ അകത്ത്? പിന്നെ ആളുണ്ട് ഇതിന്റെ അകത്ത്. ആരാ ആരാകത്ത്? ഇതിന്റെ അകത്ത് ആരാ? കൂട്ടിയിരിക്കാണല്ലോ. മൊസേരി വീട്ടിൽ പോയില്ലേ? ആരാ ഇതിന്റെ അകത്ത്? ആരാ? എന്താ മിണ്ടാത്ത? എന്താ ഇതിന്റെ അകത്ത് ആരാന്ന്? ആരാ? ഹലോ, ഒന്ന് വാങ്ങുന്നത്. അല്ലാ, ഇത് പ്രശ്നമാണ്. എടാ വലിച്ചു പിടിക്കടാ, വലിച്ചു പിടിക്ക്. വലിച്ചു പിടിച്ചോട്ടാ. ഹലോ, പള്ളിക്കാത്ത പിടിച്ചോ? ബഹളം ഉണ്ടാക്കാതിരിക്ക്. ആരും അവിവേകമൊന്നും കാണിക്കരുത്. നമുക്ക് ആദ്യം ആരാണെന്ന് നോക്കാം. വല്ല പൊട്ടനവട്ടാണെങ്കിലോ? അതൊന്നും ആയിരിക്കില്ല ഉസ്താദേ. അതൊന്നല്ല, വേറെ ആരും മലപ്പുറം കയറിയിട്ടാണ്. ഒന്ന് സൂക്ഷിച്ചോ, വല്ല കത്തിയോ തോക്കാൻ പറ്റാ കാണും. അതൊന്നും ഉണ്ടാവില്ല, പറയാൻ പറ്റത്തില്ല, ചിലപ്പോ കാണും. മുജീബത്തി, ഇതിന്റെ അകത്താണ്. ഇറങ്ങി വേടാ, അല്ലെങ്കിൽ ചവിട്ടി തുറക്കും ഞാൻ. മിണ്ടല്ലേ, തുറക്കുന്നുണ്ട്. ഈ പന്നിയാർന്ന എന്താടാ പള്ളിക്കകത്ത് നിനക്ക് കാര്യം? പറയടാ. ഞാൻ അന്നേ പറഞ്ഞു ഇവൻ ആള് ശരിയല്ലെന്ന്. പള്ളി നടയിൽ കിടന്നവന് പണ്ട് കിടന്ന് കറങ്ങണ്ട്. മുജീബിനെ വെറുതെ വിട്ടിട്ട് പള്ളി കൊല്ലണ പന്നീനെ. ചിരിച്ചോണ്ട് നടന്ന് ഇരുന്നായിരുന്നല്ലേ. രണ്ട് ചാമ്പ് ചാമ്പിയാണല്ലോ, മണി മണി പോലെ പറയും കാര്യങ്ങൾ. വാവേ, നിന്റെ അഭിനയം കാണാൻ വന്നതല്ലേ ഞങ്ങള്. നാട്ടുകാരെ തല്ലുകൊള്ളണമെങ്കിൽ നീ കാര്യം പറ. എന്ത് കാര്യം പറയാം മുജീബ്ക്ക? ഇവന് നല്ല കള്ളക്കഥകളും പറഞ്ഞു വന്ന് ഈ പള്ളിക്കകത്ത് കയറി എന്നെ നമുക്ക് തല്ലാൻ നോക്കിയവനാ. കള്ള ഹിമറി ഇവൻ മറ്റുള്ളവരുടെ ആളാണ്. നീ നമ്മുടെ നീ തല്ലു വാങ്ങിക്കാണ്ട് കാര്യം പറഞ്ഞേ. ഷാജാനെ, കാര്യങ്ങൾ നമ്മളതിൽ നിൽക്കൂല. നീ അവനോട് ചോദിച്ചേ ആ സമയത്ത് പള്ളിയിൽ എന്തിനാ കയറിയെന്ന്. ഷാജാൻ ചോദിക്കും അവനോട്. ഇനി അവനെ കൊല്ലണോ? എന്നാ പോയി കൊല്ല്. അതിന് ഷാജാൻ അവന്റെ ആളല്ലേ. ഷാജാൻ ചോദിക്കണ്ട, നമ്മൾ ചോദിച്ചോളാം. ഞാൻ ചോദിക്കാം. ഷാജാനെ, നീ അവനെ മാറ്റി നിർത്തി ചോദിക്കേ, എന്തിനാ പള്ളി കയറി? നിങ്ങളത് ബഹളം വെക്കാതിരിക്കേ, അവൻ ചോദിക്കട്ടെ. എന്താണ്? ഒരബദ്ധം പറ്റിയണം.
സിസ്റ്ററല്ലേ? എടേ, നാട്ടുകാരോട് ഇങ്ങനെ പറയൂടാ. അയ്യോ പറയരുത്. അവരുടെ ഭർത്താവ് അടുത്ത് അയച്ചു വരും. അവരുടെ കുടുംബം താറുമാറായി പോവും. അത് മാത്രമല്ല, കുഞ്ഞോള് കാണാൻ വന്നവര് അറിഞ്ഞാലാ അടുത്ത ആഴ്ച കല്യാണം ഉറപ്പിക്കാൻ അവരും വരാനിരിക്കുകയാണ്. നാട്ടുകാരിതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റും. ഷാജാന്, എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല. വിഷമിക്കല്ലേ? നീ രാവിലെ ഓടാറങ്ങി ഇവിടെ എത്തിയപ്പോൾ 2 രൂപ തോന്നി. അപ്പോൾ നീ ഇങ്ങോട്ട് കയറി. അത് കുറ്റമൊന്നുമില്ലല്ലോ. നീ ധൈര്യമായിട്ടിരിക്കേ. വന്നടാ. എന്തായി ഷാജഹാനെ? ഉസ്താദേ, ഇതൊരു വലിയ വിഷയമൊക്കെയല്ലേ. കാര്യം അറിയാതെ ബഹളം വെക്കില്ലെന്ന് ഇവരോട് പറ. ഷാജാനെ നീ പകർന്നു പറയാതെ കാര്യം പറ. ഉസ്താദേ, ഇവൻ രാവിലെ ഓടാറങ്ങിയതാ. ഇവിടെ എത്തിയപ്പോൾ വയറിന് അസ്വസ്ഥത പിടിച്ചെടുത്താൻ പറ്റില്ല. അപ്പൊ ഇങ്ങോട്ട് കയറി. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും ഉസ്താദേ. നല്ല കഥ. കേറാൻ കണ്ട സ്ഥലം പള്ളി. പിന്നെ റോട്ടിൽ പോവോ? അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് കയറിയേ. കക്കൂസെ പോകാനായിട്ട് ഇങ്ങോട്ട് കയറുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അല്ല ഉസ്താദേ, നമ്മളത്ര ദുഷ്ടന്മാരൊന്നുമല്ല. പക്ഷേ ഇന്നേ വരില്ലാത്തൊരു ഓട്ടം ഇന്ന് തുടങ്ങുന്നത്. അതുപോലെ എല്ലാവരും മെയിൻ റോഡിലൂടെ ഓടുമ്പോൾ ഇവൻ മാത്രം ഇടവഴിയിലൂടെ ഓട്ടം. ഇതിലെവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഷാജാനെ. ഇവന്റെ മർമ്മത്തിനിട്ട് 2 കൊടുത്തു കഴിഞ്ഞാൽ മണി പോലെ കാര്യം പറയും. ഷാജാനെ, നീ ഇത് വിശ്വസിച്ചോ? അതേ ഇവന് വേണ്ടി വിശ്വസിക്കണം. വൈകുന്നേരം ഞാനിത് വിശ്വസിക്കൂല കേട്ടോ. മുജീബ് പറഞ്ഞ പോലെ പതിവില്ലാത്തൊരു ഓട്ടോ ഒരു വൈക്കിന്ന് നോക്കും. ഉള്ളതാവും മുക്രി. കണ്ടില്ലേ, ഓടണ കുപ്പായത്തിലല്ലേ നിൽക്കണത്. ഓടുന്നൊരു വഴിയൊക്കെ ഉണ്ടോ? ഏതിലേ ഓടാലോ. അവൻ എവിടെ കിടന്നു ഓടട്ടെ. നിങ്ങളെ നെഞ്ചത്തുണി കിടന്ന് ഓടട്ടെ. പക്ഷെ പള്ളി കിടന്ന് ഓടല്ല. അല്ല, പിന്നെ വെട്ടാനും കൊല്ലാനും പോകുന്നവരൊക്കെ കോട്ട് സൂട്ടിട്ടല്ലേ പോകുന്നു. എന്റെ ഉസ്താദേ, ഇവൻ ഈ പള്ളിക്കിണറ്റിൽ വിഷം കേൾക്കാൻ വേണ്ടി വന്നാ, അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോ സ്ഥലവും സൗകര്യം അന്വേഷിച്ചു വന്നാ. ബോംബാ? എന്നിട്ട് ഇവന്റെ കയ്യിലൂടെ ബോംബ് വിഴുങ്ങി. ബോംബിന്റെ കാര്യം വിട്. പക്ഷേ ഇതങ്ങനെ വിട്ടാ പറ്റില്ല, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ. നമ്മളായിട്ടൊന്നും ചെയ്യണ്ട. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. അയ്യോ, അത് വേണ്ട മുജീബ്. വേണം. ഇവനെ തല്ലി ചർച്ച കൊടുക്കണ്ടേ? നീ ആരോട് പറഞ്ഞിട്ടുണ്ട പള്ളി കയറിയ? ഇതിലെന്തോ ഒരു അന്താരാഷ്ട്ര കടിയുണ്ട്. വിളിക്കുമല്ലേ പോലീസിനെ? അത് വേണം മുജീബേ. വേണം. ഉസ്താദിനെ വിളിക്കും. വിളി. ഞാൻ സംസാരിക്കും മുജീബ്. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഇതെന്താ ഭയങ്കര ആൾക്കൂട്ടാണല്ലോ. അമ്പരുന്നാളാണോ? സാർ, നിലവിലുള്ള സാഹചര്യം ഒട്ടും നല്ലതല്ല. അതുകൊണ്ട് നിസ്സാരമായിട്ട് കാണരുത്. ശരി. സാറേ, കൊണ്ടുപോ സാറേ. അവന്റെ ഫോട്ടോ എടുക്കാം. പള്ളിക്കോടാ നീ കരയാതിരിക്കുക സാവിത്രി. ഓനെ നമുക്കറിയാവുന്നതല്ലേ.
പള്ളി കയറിയെന്ന് വെച്ചാൽ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക ഇതല്ല കൂത്ത്. സൈനുത്ത, നിങ്ങൾക്കറിയാവുന്നല്ലേ അവനെ. രാവിലെ ഓടാനെന്നും പറഞ്ഞ് ഇറങ്ങിയതാ. പെട്ടെന്ന് വീണിട്ട് പോവാന്ന് ഞാൻ പറഞ്ഞതാ. അമ്മ വിഷമിക്കാതിരിക്കെ. പോലീസ് കൊണ്ടിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? നമുക്കെല്ലാവർക്കും അറിയുന്നല്ലേ വാവച്ചേട്ടന്. ഇനി എന്തറിഞ്ഞിട്ട് എന്ത് കാര്യം? ഇത് കേസ് വേറെയാ. അവസാനം കയ്യിൽ നിൽക്കൂല. അവന് പള്ളിയിൽ തന്നെ വേണമായിരുന്നു. ഓട്ടത്തിനിടയിൽ രണ്ടിന് പോയതാണെന്ന് ആരും വിശ്വസിച്ചിട്ടില്ല. എടി മോളെ, കുഞ്ഞോളെ, നമുക്കും അറിയാവുന്നല്ലേ അവൻ എവിടെ പോയാലും കക്കൂസിനകത്ത് കയറി ഇരുന്നിട്ടേ പോവും. നിങ്ങളും കളിയാക്കുന്നതല്ലേ. ഓടിയപ്പോ അവനങ്ങനെ തോന്നിക്കാണും. വാ, നിങ്ങളും കൂടെ വാ, നമുക്ക് പോലീസിൽ പോയി പറയാം. അവര് കേക്കും അവൻ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് പറയാം. ഇതൊന്നും ആരും വിശ്വസിക്കൂല. ഇതിപ്പോ അതിന് കയറിയതാണെന്ന് ആർക്കറിയാം? ഇതൊന്നല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. അവന് ടൗണിലൊക്കെ വലിയ ബന്ധമാണെന്ന്. അവൻ പിന്നെ എന്തിനാ പള്ളി കയറുന്നേ? നിങ്ങൾ വേണ്ടാതിനെ പറയാതെ ചെറുക്കനെ പോയി കൊണ്ടുവരാൻ നോക്ക്. നീ സമാധാനായിട്ടിരിക്കും സാവിത്രി. നിങ്ങൾ ഇങ്ങോട്ട് പോരെ. കരയാതെ കുഞ്ഞോളെ. സാവിത്രി, നീ അവളെ കൂടെ കരയിക്കുന്നത്. എന്നാ അങ്ങോട്ട് ചെല്ലട്ടെ.